ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ സംസ്കാരം നാളെ നടക്കും. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അമ്മ വിജി പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുണ്ടൂരിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകളുണ്ട്. ഇതേ കാട്ടാനക്കൂട്ടത്തിന് മുന്നിലാണ് അലനും അമ്മ വിജിയും ഇന്നലെ പെട്ടത്. വൈകിട്ട് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്ക് മടങ്ങും വഴി കണ്ണാടൻ്റെ ഓലയ്ക്ക് സമീപമായിരുന്നു സംഭവം. മുന്നിൽപ്പെട്ട അലനെ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടി കാൽ കൊണ്ട് തൊഴിച്ചു. പിന്നാലെ ഉണ്ടായിരുന്ന അമ്മയെയും ആനക്കൂട്ടം ആക്രമിച്ചു. പരിക്കേറ്റ വിജി കയ്യിലുണ്ടായിരുന്ന ഫോണിൽ വിവരമറിയിച്ചതോടെയാണ് നാട്ടുകാരെത്തിയത്. ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പേ ഗുരുതര പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ച അലൻ മരിച്ചിരുന്നു. തോളലിനും ശരീരത്തിൻ്റെ വലതുഭാഗത്തും പരിക്കേറ്റ വിജി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ചികിത്സ സർക്കാർ സംവിധാനത്തിൽ നടത്തുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ബന്ധുക്കൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറായത്. വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചയാണ് സംഭവത്തിന് കാരണമെന്ന് വി കെ ശ്രീകണ്ഠൻ MP പറഞ്ഞു. മലമ്പുഴ മുണ്ടൂർ പ്രദേശത്ത് റെയിൽ ഫെൻസിംഗ് പൂർണ്ണമായി നടപ്പിലാക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ പ്രതികരിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കല്ലടിക്കോട് ഉൾപ്പെടെ റെയിൽ ഫെൻസിങ് പൂർണ്ണമായിട്ടും നടപ്പിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതുപോലെ അവിടേക്കുള്ള പല ഗതാഗത സൗകര്യങ്ങളില്ല, അതുപോലെ തെരുവുകളൊക്കെ അഭാവമുണ്ട്. ആന വരുന്നത് അറിയുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചും കൂടെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇനിയും ഈ കാട്ടാനകൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അവർ യഥാർത്ഥത്തിൽ പറഞ്ഞ അക്രമകാരികളാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ച് വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ്. അതേസമയം അലന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ജില്ലാ കളക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി. പ്രദേശത്ത് നിലയുറപ്പിച്ച കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കൂടുതൽ RRT അംഗങ്ങളെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.